Friends, welcome back to Ummachis kitchen. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസങ്ങളായി കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തുന്നതായിരിക്കും. നോൺ വെജ് റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഉണക്കയില കറിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ, കാണാം. അപ്പൊ നമ്മുടെ ഉണക്കയില കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തേങ്ങ വേണം. നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഉള്ളി, ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു പാകത്തിന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉണക്കയിലയാണ്. ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉണക്കയില മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉണക്കയില എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഈ ഒരു കഷ്ണം എന്ന രീതിയിൽ നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് ചേമ്പാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേമ്പിന് പകരം കായ എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ നമ്മളിവിടെ പുളി എടുത്തിട്ടുണ്ട്. പുളി ഇതിപ്പോ ചെറിയ അല്ലികളായതുകൊണ്ട് ഒരു 10 ഒക്കെ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1, 2, 3 അത് നിങ്ങളുടെ പുളിയുടെ ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഉണക്കയിലക്കറിക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഇത് വെച്ച് എങ്ങനെ അടിപൊളി ഉണക്കയിലക്കറി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു മൺചട്ടി എടുത്തിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കണ്ടിച്ചേമ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഈ ചേമ്പ് ഇട്ട് കൊടുക്കാം. അതിന് വേവുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കുക. നമ്മൾ പാകത്തിനൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് വേകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടിച്ചേമ്പ് ഇപ്പം നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കപ്പോൾ ഉപ്പൊക്കെ ചേർക്കണം. അപ്പം നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ചിരുന്ന അയല, നമ്മുടെ ഉണക്കയില നമ്മൾ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഒരു അയലയാണ് എടുത്തിരുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി ഇത് നമ്മൾ ഇതിലോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പാകത്തിനാക്കി വെക്കുക. നമുക്ക് ചാറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്ത് ചെയ്യാം, വെള്ളം കൂടെ നമ്മൾ എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി അത് നമ്മൾ എന്ത് ചെയ്യാം ഈ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ തക്കാളി എടുത്തു വെച്ചിരുന്നു, അത് നമ്മൾ അതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടുക. നമ്മുടെ ഉണക്കയില ആയതുകൊണ്ട് ഉണക്കയിലേക്ക് കുറച്ച് ഉപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക ഉപ്പ് ചേർക്കാൻ. അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപ്പിടുമ്പോൾ കുറച്ചിട്ട് കൊടുക്കുക, ആവശ്യത്തിന് മുന്നേ ചേർക്കാമല്ലോ. ചില ഉണക്കയിലേക്ക് നല്ല ഉപ്പ് കാണും, അപ്പോൾ നമ്മൾ എത്ര കഴിക്കാലും ആ ഉപ്പ് കുറച്ച് നിൽക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് കറിവേപ്പിലോട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പം നമ്മുടെ കറി ഏകദേശം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ നമ്മൾ ചെറിയ വെച്ചതായിട്ട് കാണിച്ചിരുന്നു. അപ്പം നമ്മളിത് നോക്കി അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് തേങ്ങയും ഉള്ളിയും മാത്രമായിട്ടോ അരച്ചെടുത്തിരിക്കുന്നത്, നമ്മൾ അമ്മിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഈ കറിയിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ അരയ്ക്കാനെടുത്ത വെള്ളം കൂടെ ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചതും നമ്മൾ ആ വെള്ളത്തോടെ ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് നമ്മൾ ഈ അരപ്പ് അങ്ങോട്ട് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കയില കറി നമ്മളിത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് തിളയ്ക്കണോ? ഒന്ന് ഇതായിട്ട് വരുമ്പോഴേക്കും, നമുക്ക് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിത് റെഡിയാവും. ഇപ്പം നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഉണക്കയില കറി. നമുക്ക് എത്ര വേണമെങ്കിലും ഇതുകൂട്ടി ചോറുണ്ടാൻ പറ്റുമല്ലോ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നമുക്കൊന്ന് റെഡി ആയിട്ടൊന്ന് പാകമാകുമ്പോഴേക്കും നമുക്കൊന്ന് കാണിക്കാം. കറി ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഒന്ന് തിളച്ചിട്ടുണ്ട്. നമ്മുടെ പാകത്തിന് നമുക്കിപ്പം ആയിട്ടുണ്ട് കറി. ഇപ്പോൾ നമ്മുടെ ഉണക്കയില കറി ഇപ്പോൾ ഏകദേശം റെഡിയായി. ഇപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഒന്ന് ഉള്ളി മൂപ്പിച്ചിടാം. ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മളിവിടെ ഉള്ളി മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തിളച്ചുകൊണ്ട് കറി ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉള്ളി മൂപ്പിക്കാൻ ആവശ്യത്തിന് വേണ്ടി വെളിച്ചെണ്ണ ചേർക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ കറിവേപ്പില ഇട്ടില്ല കൂടെ, അത് കരിഞ്ഞു പോകും. നമുക്ക് അത് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും കറിവേപ്പിലയും കൂടെ ഇടാം. ഏകദേശം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഉള്ളി മൂപ്പിച്ചതുകൂടെ നമ്മൾ എന്ത് ചെയ്യാം, അവസാനമായിട്ട് ആ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉണക്കയില കറിയിലേക്ക് നമ്മൾ ഉള്ളി മൂപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ കറി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുണ്ട്. നമ്മൾ ഉപ്പും പുളിയൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ടമ്മ? അടിപൊളി. അപ്പോൾ അടിപൊളിയാണെന്ന് പറയണത്. അപ്പോൾ നമുക്ക് ഞാനൊന്ന് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എനിക്കൊന്ന് കുറച്ചൊന്ന്. എല്ലാവർക്കും ഇഷ്ടമായി. നമുക്ക് ഇലക്കറിയല്ല, അറിയാൻ പാടാത്തവരൊക്കെ പറ്റുള്ളൂ. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നല്ല പുളിയുണ്ട്, നല്ല കറക്റ്റ് പാകത്തിന് ഉപ്പും എല്ലാം കൂടെ ചേർത്തൊരു അടിപൊളി കറിയാട്ടോ. എല്ലാവരും ഇപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഒരു അടിപൊളി കറിയാണ്. ഉച്ചയ്ക്ക് നമുക്ക് എന്താ ചോറിൻ്റെ ഒപ്പം ചൂടൻ ചോറും ഉണക്കയിലക്കറിയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. നല്ലപോലെ ചോറ് നമുക്ക് തിന്നാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഉണക്കയിലക്കറി നിങ്ങൾ എന്തായാലും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് എത്തുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.